പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷം. തീർച്ചയായിട്ടും. ഒന്നാമത് രേണു ചേച്ചി ഭയങ്കര പാവാണ്. ഈ കാണുന്ന രേണുവല്ല, പക്ഷെ രേണുചേച്ചിനെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഈ ഇപ്പൊ അടുത്തും കൂടെ രേണുചിന്റെ വീട്ടില് രേണുചേച്ചിക്ക് ഈ അസുഖം അറിഞ്ഞിട്ട് പോലും കുറെ ഒരു യൂട്യൂബർ പോയിട്ട് എന്താണ് അത് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യത്വം പറഞ്ഞ സംഭവം ഇല്ലേ? വീട്ടിൽ പോയിട്ട് എന്താണ് ലൈവ് ഇട്ടിട്ട് കാണിച്ചോണ്ടിരിക്കുക. ഒരു പ്രൈവസി വേണ്ടേ? എന്താ ഒരു എല്ലാം വിറ്റ് കാശാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. വളരെ മോശം. എനിക്ക് രേണു ചേച്ചി ഇത് കാണുന്നത് എനിക്ക് പറഞ്ഞു, രേണു ചേച്ചി അങ്ങനത്തെ അത്തരം ഫ്രണ്ട്ഷിപ്പുകളും ചേച്ചി ദയവ് ഇത് ഒഴിവാക്കുക. എന്തിനാണ്, എന്ത് ഗുണമായിട്ടാണ് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വെച്ച് നടക്കുന്നത്? ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളൊന്നും ഇതുവരെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ പോലും ഈ രേണുചേച്ചിന്റെ ഇത് എല്ലാവരും ക്യാൻസർ ആണ് വീഡിയോസ് ഇട്ട സമയത്താണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. രേണുചേച്ചി ഇന്ന വരെ അത് റിവീൽ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ചേച്ചി അക്കൗണ്ടിൽ റിവീൽ ചെയ്യും. ദയവ് ചെയ്ത് ചേച്ചിനെ കുത്തി വലിക്കുന്ന വീഡിയോ എടുത്തിട്ട്, അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും രേണുചേച്ചിന്റെ കൂടെ നിന്നിട്ട് കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് കൊളാബ് ചെയ്യുന്നത് എന്തിന്റെ ആവശ്യമുണ്ട്? അതൊക്കെ നമ്മൾ ഉണ്ടായാൽ മതി. നമ്മുടെ മനസ്സുകൊണ്ട് എപ്പോഴും രേണുചേച്ചിന്റെ കൂടെ ഉണ്ടായാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. അല്ലാണ്ട് 2 days മുന്നേ ഞാനും എന്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 2 വീഡിയോ തന്നെ ഇട്ടു. രേണു ഇതുപോലെ ക്യാഷ് പിരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ അവരുടെ പേര് വ്യക്തമാക്കുന്നില്ല. രേണു മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ ഈ പറയുന്ന കുറെ പേര് പറയുന്നുണ്ട് രേണുവിന് വേണ്ടി ഒരു സ്ത്രീ ക്യാഷ് പിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി അത്. ഹലോ കൂട്ടുകാരെ, എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രേണു സുധിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്ന് പറയുന്നത്. അതായത് മുകേഷ് നായറിന് എല്ലാവർക്കും അറിയാലോ, സിനിമാ നടൻ മുകേഷ് അല്ല, മുകേഷ് നായർ യൂട്യൂബർ ആണ്. അയാൾ ഒരു വെളിപ്പെടുത്തൽ അങ്ങ് നടത്തി. അതിന് പിന്നാലെ തന്നെ ശ്രീധവും സജീനയൊക്കെ കുറച്ച് കാര്യങ്ങളും കൊണ്ട് പുറത്തു വന്നു. ആ കാര്യങ്ങൾ കൂടി കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഒരുപോലെ ഞെട്ടിയിരിക്കുകയാണ്. കൂട്ടുകാരെ, ആദ്യം മുകേഷ് നായർ പറഞ്ഞ കാര്യം ഒന്ന് നോക്കാം. അതായത് രേണുവിന്റെ പേരിൽ ചില ചേച്ചിമാർ പണം പിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അത് തടഞ്ഞു എന്നാണ് മുകേഷ് നായർ പറഞ്ഞത്. പക്ഷെ ഇവിടെയാണ് ശ്രീധുവിന്റെയും സജീനയുടെയും ഇടപെടൽ പ്രസക്തമാക്കുന്നത്. രേണുവിനെ ഇത്രയും കാലം സ്വന്തം സഹോദരിമാരെ പോലെ ചേർത്ത് പിടിച്ച ശ്രീധുവും സജീനയും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും അങ്ങ് തകർന്നുപോയി. കാരണം മുകേഷ് പറഞ്ഞ ആ ഒരു പണപ്പിരിവ് നടക്കുന്നുണ്ടെങ്കിൽ അത് സജീനയോ അല്ലെങ്കിൽ ശ്രീധുവിനെ അറിയിക്കാതെ എങ്ങനെ സംഭവിക്കും? 2 days മുന്നേ ഞാനും എന്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 2 വീഡിയോ തന്നെ ഇട്ടു. രേണു ഇതുപോലെ ക്യാഷ് പിരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ അവരുടെ പേര് വ്യക്തമാക്കുന്നില്ല. രേണു മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ ഈ പറയുന്ന കുറെ പേര് പറയുന്നുണ്ട് രേണുവിന് വേണ്ടി ഒരു സ്ത്രീ ക്യാഷ് പിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി അത് ഒന്നും അല്ലായിരിക്കാം, പക്ഷെ നമുക്കത് കുറച്ച് ഇഷ്യൂ ഉള്ള കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പബ്ലിക്കിൽ വന്ന പേര് പറയുക, അതല്ലാതെ നന്ദികേട് എന്ന് പറയുന്ന സാധനം കാണിക്കരുത്. എനിക്ക് പറയേണ്ടി വന്നാൽ പല കാര്യങ്ങൾ ഞാൻ മുഖം നോക്കാതെ വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയുകയും ചെയ്യും. ഈ ഒരു തവണ ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ഞാൻ പലരും പറയാൻ വിചാരിച്ചു, പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ വിടുന്നു. ഇനി ഇത് വെച്ച് എന്തെങ്കിലും ഒന്ന് വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിയൽ ആയിട്ടും രേണുവിന്റെ പേരോ രേണുവിന്റെ അസുഖത്തിന്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും ക്യാഷ് തിരിച്ചു എന്ന് നിങ്ങൾക്ക് റിയൽ ആയിട്ട് തോന്നുവാണെങ്കിൽ ആ ഒരു പേര് വ്യക്തമാക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രൂഫ് പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന വല്ലവരും പറയുന്ന കേട്ടിട്ട് നന്ദി കേട് എന്ന് പറയുന്ന സാധനം കാണിക്കാൻ പാടില്ല. ഇനി ഞാൻ രേണുവിനെ പറ്റി പറയാം. ഞാൻ രേണു ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് ചെറിയൊരു ഇഷ്യൂ കാര്യത്തിൽ ഇപ്പോൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആണ്. എനിക്ക് 2 വാട്സപ്പ് ഉണ്ട്. അതിൽ ഒരു വാട്സപ്പ് അവിടെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു വാട്സപ്പ് ഞാൻ ഇവിടെ അങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ, അതായത് സബ്ജക്റ്റ് ഞാൻ പറയുന്നില്ല എന്താണ് കാര്യം എന്നുള്ളത്. ഞാൻ പറയാത്ത ഒരു കാര്യം, ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം ഒരു വ്യക്തി രേണുവിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുത്ത് ശ്രീധു അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ട് പോലില്ല കേട്ടോ. ഞാനും അറിഞ്ഞിട്ടില്ല, എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അറിഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഇടയിൽ നിന്ന് വ്യക്തി വിളിച്ച് രേണുവിന്റെ പറഞ്ഞിട്ട് ശ്രീധു വിളിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് അതിശയം. എന്നാൽ ഇത് രേണു ഡയറക്ട്ലി വിളിച്ച് എന്റെ അടുത്ത് ചോദിക്കുന്നില്ല, നീ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിച്ചാൽ അവിടെ ചെയ്യുന്ന പ്രശ്നമേ ഉള്ളൂ. അവർക്ക് വിശ്വാസമില്ല എന്നെ. ഞാൻ എന്തൊക്കെ പറഞ്ഞില്ല, ഇല്ല അങ്ങനെ ഞാൻ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. എന്നിട്ടും നമ്മൾ വിശ്വാസമില്ല. ഈ ഇടയ്ക്ക് നിന്ന് നുണ പറഞ്ഞു കൊടുത്ത വ്യക്തി പറയുന്നതാണ് വിശ്വാസം. ഇതിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇത്രയും ദിവസം ഞാൻ ഈ ഒരു രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത്, നിങ്ങൾക്കും പണി കിട്ടുമെന്ന്. നിറയെ പേര്, ഞാൻ ആരുടെയും എനിക്ക് ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ പലരും തന്നെ എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് മെസ്സേജ് ഇട്ടാണ് ചെയ്യരുത്, ആ ക്യാരക്ടർ ശരിയല്ല, നിങ്ങൾക്ക് പണി കിട്ടുന്നത്. പക്ഷെ ആരുടെയും വാക്ക് വിശ്വസിക്കാതെ പലതും എന്റെ കണ്ണിൽ കണ്ടിട്ടും, ഓപ്പൺ ആയിട്ട് പറയാം, പലതും എന്റെ കണ്ണിൽ കണ്ടിട്ടും ഞാൻ മൈൻഡ് ചെയ്യാതെ ചുമ്മാ വെറുതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിന്, ആർക്ക് വേണ്ടിയിട്ട്? എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ചെയ്ത വെറുതെ തെറ്റാണ്, അല്ലെങ്കിൽ എന്റെ മനസ്സ് പറഞ്ഞാണ് കേട്ടോ സംസാരിക്കണം. കാരണം നമ്മളിപ്പോൾ വഴി പോകുന്ന ഒരു പട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. തിരിച്ചത് കാണുമ്പോൾ ഒന്നുമില്ല, ഈ പറയുന്ന എല്ലാവരും പറയില്ല വാലാട്ടി കാണിക്കും, ആ ഒരു സാധനമുണ്ട്. പക്ഷേ ഇത് അതുപോലും ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടി കിടക്കുന്ന ഒരു സാമ്പാറായിരുന്നു ഇതുവരെ ഞാൻ. അതാണ് റിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ആരാണ് ക്യാഷ് ഇട്ട് കൊടുത്തത് എന്നുള്ള സജി ചേച്ചി രേണുവിന്റെ വീട്ടുകാർക്ക്, രേണുവിന്റെ ചേച്ചിയുടെ വിളിച്ച് ചോദിച്ചു, നോ റെസ്പോണ്ട് ആണ്. ശരി, ഓക്കെ. രേണുവിന്റെ അടുത്ത് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു, രേണു റിപ്ലൈ ചെയ്യാതിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ അത്രയ്ക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല? ഒന്നുമില്ലെങ്കിൽ രേണുവിന്റെ എല്ലാ കാര്യങ്ങളും സജി ചേച്ചിയുടെ ലൈവിലൂടെ അല്ലേ പുറത്തോട്ട് വന്നുകൊണ്ടിരുന്നത്? രേണുവിന്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത വ്യക്തി സജി ചേച്ചി അല്ലേ? ഇപ്പൊ എന്ത് പറ്റി? സജി ചേച്ചിയുടെ ഈ ഒരു ഇതിനിടയിൽ കളിക്കുന്ന കുറെ ആളുമാരുണ്ട്. എല്ലാവരുടെ പേര് ഡീറ്റെയിൽ എല്ലാം അറിയാം. വേണമെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കാത്തതാണ്.
സീരിയസ് ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ മേ ബി വലിയ സെലിബ്രിറ്റികളായിരിക്കും. പറയുന്ന ശ്രീതു സജിനെയൊന്നും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെന്നല്ല, നമ്മൾ സാധാരണപ്പെട്ട ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ. ഈ സെലിബ്രിറ്റികൾ പറയുന്നത് ശ്രീതു സജിനെയും കണ്ടന്റിന് വേണ്ടിയിട്ട്, അല്ല റീച്ചിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട് രേണു സുധിനെ ഉപയോഗിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞ് തിരികെറ്റുന്നത്. അപ്പോൾ സെലിബ്രിറ്റികൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. റീച്ചിനും പണത്തിനും കണ്ടന്റിനും വേണ്ടിയിട്ടാണെങ്കിൽ രേണുവിനെ നെഗറ്റീവ് പറഞ്ഞിട്ടാൽ വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു. രേണുവിനെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു $8-9 കയറിയിട്ടുണ്ട്. എന്റെ ചാനൽ അതായിട്ട് ഏറ്റവും കൂടുതൽ ഡോളർ കയറിയിട്ടുള്ള വീഡിയോ നെഗറ്റീവ് വീഡിയോ. എന്നാൽ പോസിറ്റീവ് പറഞ്ഞിരുന്ന വീഡിയോക്ക് എനിക്ക് 0.0.33 0.55 ഇങ്ങനെയൊക്കെ മാക്സിമം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ റീച്ചും ആ പണവും ആണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? നെഗറ്റീവ് ആണ്. പക്ഷെ അത് നമ്മളത് ഇട്ടില്ല. അത് എന്റെ തെറ്റ്. സീരിയസ് ശരിക്കും അത് ഇങ്ങനെ വന്ന് പറഞ്ഞു വിചാരിച്ചല്ല കേട്ടോ. പക്ഷേ പറയേണ്ട സിറ്റുവേഷൻസ് ആണ് ഇങ്ങനെ ഇട്ട്. ഞാൻ ഈ പറയുന്ന ക്യാഷ് വിഷയമായിട്ടെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ ഞാൻ A to Z ക്യാഷ് വിഷയം എല്ലാം ഞാൻ ഇട്ടിടും. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്റെ പേര് പറഞ്ഞത് സജിന ചേച്ചിയുടെ വ്ലോഗ് കണ്ടിട്ട് മാത്രം രേണുവിനെ ഹെൽപ്പ് ചെയ്ത എന്തോരം കാര്യങ്ങളുണ്ട്. നിങ്ങളിൽ എന്റെ വീഡിയോ കാണാൻ നിങ്ങൾ പലരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് ഓരോ പേരെടുത്ത് പറയണമെന്നുണ്ട്. ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ സജിന ചേച്ചി എന്നെ കൊന്നാലോ. കാരണം ഞാൻ പറയാതെ ഈ ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ എനിക്ക് അത്രയും വിഷമം വന്നു. സജിന ചേച്ചി എന്റെ ഫ്രണ്ടാണ്, നേരത്തെ ഫ്രണ്ട് അല്ലെങ്കിൽ ഈ ഒരു മീഡിയയിൽ വന്നതിന് ശേഷമുള്ള ഫ്രണ്ടാണ്. അപ്പോൾ സജിന ചേച്ചി വിഷമം വരുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ പറയണം. തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും. സജിന ചേച്ചി ചിലപ്പോൾ മേ ബി വന്നൊന്നും പറയില്ലായിരിക്കും. ഫ്രണ്ട് ആ ഒരു ഫ്രണ്ട് എന്ന സാധനം അവിടെ ഇങ്ങോട്ട് വേണം, ഇവിടെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇങ്ങോട്ട് റെസ്പെക്റ്റും കുറച്ച് എന്തായാലും ഗീവ് ആൻഡ് ടേക്ക് ആണ്. നമുക്ക് ഇങ്ങോട്ട് എന്താണ് തരുന്നത് നമുക്ക് തിരിച്ചു കൊടുക്കാം. അതല്ലാതെ ഇങ്ങോട്ട് പട്ടി വിലയുടെ കൊടുത്താറിന് അവർക്കൊക്കെ എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ എനിക്ക് സജിന ചേച്ചി പറയാനുള്ളത്, അധികമായാൽ അമൃതം വിഷം എന്നുള്ളത് ഞാൻ എന്റെ ഇതിൽ നിന്ന് പഠിച്ചു. ഇവിടെ ശ്രീധുവിന്റെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഈ ശ്രീധു രേണുവിനെ ഈ സഹായിച്ച പണം പിരിക്കുന്നവരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവരെ കുറിച്ച് ചോദിച്ചു. പക്ഷെ ആരെങ്കിലും ക്യാഷ് പിരിക്കുന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ വന്ന് കൃത്യമായിട്ട് പറയണം, അല്ലാതെ നന്ദികേട് കാണിക്കരുത് എന്ന് ശ്രീധു അവിടെ തുറന്നടിക്കുന്നുണ്ട്. എന്തായാലും ശ്രീധുവും സജീനയും ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം രേണുവിന് വേണ്ടിയിട്ട് സംസാരിച്ച വ്യക്തികളാണ്. അവരോട് പോലും സത്യം പറയാതെ രേണു ഈ ഒരു അജ്ഞാതയായ സ്ത്രീയെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? സത്യം പറഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ അനുഭവിച്ച കുറെ വേദനകളുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കൺസിഡർ ചെയ്തിട്ടാണ് രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം കുറെ കാര്യങ്ങൾ, നിങ്ങൾ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും അതിനെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം സൈലന്റ് ആയിരുന്നു. എല്ലാവരും പെർഫെക്റ്റ് എന്നല്ലല്ലോ ഈ പറയുന്നത്, നമുക്ക് മിസ്റ്റേക്ക് കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് മൈൻഡ് ആക്കാതെ വിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോൾ കുറച്ച് ഭയങ്കര ഓവറാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇത് പറയുന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലാണ് നടക്കുന്നത്. അതാണ് അതിലും വലിയ ഒരു കുഴപ്പം. നമുക്കൊക്കെ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഞാൻ നൈറ്റ് ഉറങ്ങാതിരുന്ന ദിവസങ്ങളുണ്ട്. ശരി, 1-2 അല്ല, എത്രയോ ദിവസങ്ങളുണ്ട്. എത്രയോ രേണുവിന് വേണ്ടി പോസിറ്റീവ് വീഡിയോ ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ നമ്മളെ പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. നൈറ്റ് 2-3 മണിക്കൊക്കെ വിളിച്ച് ഫോൺ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ദിവസങ്ങളാണ് ഞാൻ സജിന ചേച്ചി തമ്മിൽ. കാരണം നമുക്കെതിരെ വരുന്ന ഈ ഒരു സാധനം അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ എല്ലാം വെറുതെ ആയിരുന്നു, ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇതോടെ ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇടാൻ കാരണം ഇത് കേൾക്കുന്നവർക്ക് കുറച്ച് കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ കൊള്ളേണ്ടവർക്കും കൊള്ളും, കുറച്ച് സെലിബ്രിറ്റികൾക്കും കൊള്ളും. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 2-3 ഡേയ്സ് മുന്നേ ഞാൻ തോന്നി ഞാൻ ഈ പറയുന്ന ആശിയാണോ ജാസിയാണോ ആ പെണ്ണിന്റെ ഡ്രസ്സ് നടക്കുന്നത്, ഓക്കെ, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച്, അതായത് സജിന ചേച്ചിനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ആണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് രേണു എന്താണ് സജിന ചേച്ചിയുടെ ഫോണിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നത്, എന്നെ എന്താണ് കോട്ടയം പോലീസ് സ്റ്റേഷനിൽ, അവളെ ഞാൻ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ വരുത്തുമെന്നോ വിളിക്കുമെന്നോ വരണോ എന്ന് അങ്ങനെ എന്താണ് ചോദിച്ചു. നീ എന്ത് ഭീഷണിപ്പെടുത്തുന്ന, നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഞാൻ അവർക്ക് വേണ്ടി വീഡിയോ ഇട്ടിട്ട് നിനക്കെന്താണ്? ഞാൻ എന്റെ ഫ്രണ്ട് സജിനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പൊ നിന്റെ ഫ്രണ്ട് സജിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു ഫ്രണ്ട് ആണല്ലോ ഈ പറഞ്ഞ ആഷിയോ ജാസി ആരായാലും ഓക്കെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ നീ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? നീ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നീ അവിടെ സജിന ചേച്ചിയാണ് നീ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ നീ അത് ചെയ്തില്ല. അത് നീ മനസ്സിലാക്കിയില്ല. നിനക്ക് അതിനെക്കാട്ടിലും വരെ ഇത്രയും ദിവസം ഈ 3 വർഷം സോഷ്യൽ മീഡിയയിൽ കടന്ന ഫുള്ള് നെഗറ്റീവ് ഇമേജ് എല്ലാം മാറ്റിക്കേട്ട സജിന ചേച്ചിക്കാളും വലുത് നിനക്ക് അവിടെ ഈ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കുന്ന അവളാണ്. അപ്പോൾ അതുകൊണ്ട് നീ എന്നെ എന്ത് പറഞ്ഞിട്ട് സ്റ്റേജിൽ വരുത്തുന്നു? നീ വരുത്ത സ്റ്റേജിൽ എനിക്ക് ഇപ്പോഴും പബ്ലിക്കിന്റെ അടുത്തും ഈ പറഞ്ഞ മീഡിയ അടുത്തും പറയാനുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. ശ്രീത് പേടിച്ച് ഓടുന്ന വ്യക്തികൾ, കാരണം എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, എന്റെ ഭാഗത്ത് എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, എന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു വീഡിയോ ഞാൻ ആശി കിട്ടുമെന്ന് പറഞ്ഞിട്ട് സോറി കേട്ടോ, എന്റെ ജാസിയാണോ സോറി ജാസിയാണെന്ന് തോന്നട്ടോ അന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റേജിൽ വരുത്തുന്നു. അയ്യോ വലിയ കോമഡി. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതെനിക്ക് പറയണം തോന്നി, കാരണം നീ പറഞ്ഞ വീഡിയോ ആ ഒരു വോയിസ് എനിക്ക് ഇന്നലെ കേൾക്കാനാണ് സാധിച്ചത്. അല്ലെങ്കിൽ ഇതിന് മുന്നേ നല്ല റിയാക്ട് ചെയ്താനുള്ള മറുപടി ഞാൻ തരുമായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ്, പൈസ കാര്യങ്ങൾ, ഞാനൊരു കാര്യം പറയാം, നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ്. നമ്മളെല്ലാവരും വെയിലത്ത് നമ്മുടെ ഹസ്ബൻഡ് ആയാലും നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ കയ്യിൽ ഒരു 500 രൂപയും കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ അത് എത്തട്ടെ. ഈ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ, നമ്മളൊക്കെ ദൈവം എത്രത്തോളം മാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇങ്ങനെ വച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. ഇത് അങ്ങനെ, അതായത് ഇപ്പോഴും ഒരു സഹായം കിട്ടാതെ അങ്ങനെ ഇത്ര കുറേ പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. കാരണം രേണുവിനെ സംബന്ധിച്ച് രേണുവിനെ ഹെൽപ്പ് ചെയ്തതെന്ന് ഞാൻ പേഴ്സണലി പറയുന്നതല്ല. ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. രേണുവിന് എന്ത് വന്നാലും അല്ലെങ്കിൽ എന്ത് ചികിത്സാ സഹായങ്ങളാലും അവരെ ഹെൽപ്പ് ചെയ്യും, അവരത് ചെയ്യും.
എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് നമ്മുടെ സെലിബ്രിറ്റികളും കൂടാതെ ഇതുവരെ ഇല്ലാത്ത കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടട്ടെ. നമുക്ക് ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആരും സഹായത്തിന് ഇല്ലാത്തവർക്കോ ഹെൽപ്പ് ചെയ്യാം. അത് ദൈവം തീർച്ചയായിട്ടും നമ്മുടെ തലമുറകൾക്ക് നമുക്കും തിരിച്ചു തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോയ്ക്ക് താഴെ വന്ന ആരും രേണുവിന്റെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഒന്ന് പറയരുതെന്നൊന്നും നിങ്ങൾ പറഞ്ഞു കളയരുത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ദിവസം നെഗറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നിന്നത് നമ്മുടെ മനസ്സ് വേദനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഇത്രയും ദിവസം കൂടെ നിന്നിട്ടും ഒരു പുല്ല് വില പോലും തരുന്നില്ല എന്നുള്ള ആ ഒരു സാധനം എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഇനി എന്താണ് നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ പറയാൻ ഞാൻ റെഡിയാണ്. റിലേറ്റഡ് ടു രേണു ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസ്, കണ്ടന്റ്സ് അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറയാം. കാരണം ആരെയും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്നെ നോക്കുക, അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ സഞ്ജന ചേച്ചി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇത്രയെങ്കിലും പറയണം തോന്നി. എന്നാൽ മുകേഷ് നായരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് രേണു താങ്ക് യു എന്നുള്ള കമന്റ് ഇടുന്നുണ്ട്. ശരിക്കും ആ ഒരു കമന്റ് ഇടാനുള്ള ഉത്സാഹം തന്റെ കൂടെ നിന്ന ശ്രീധുവിനോട് സംസാരിക്കാൻ രേണു എന്തുകൊണ്ട് കാണിക്കുന്നില്ല? എന്തായാലും അജ്ഞാതയായിട്ടുള്ള ആ സ്ത്രീ ആരാണെന്ന് വ്യക്തമാക്കാൻ രേണുവിന് മുകേഷിന് ബാധ്യതയുണ്ട് അല്ലെ? ശ്രീധു പറയുന്നുണ്ട് താൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ വേദന മനസ്സിലാക്കിയാണ് കൂടെ നിന്നത് എന്നുള്ളത്. എന്നാൽ അവസാനം തിരികെ കിട്ടിയത് ഭീഷണിയും അവഗണനയുമാണ്. എന്തായാലും മുകേഷ് നായർ പറയുന്ന ആ ഒരു പണപ്പിരിവ് ശരിക്കും നടന്നിട്ടുണ്ടോ? അതോ ഇതൊരു വലിയ ഗെയിമിന്റെ ഭാഗമാണോ, ഗെയിം പ്ലാനിന്റെ ഭാഗമാണോ? ചികിത്സയുടെ പേരിൽ നടക്കുന്ന ഈ ഒരു കള്ളക്കളിയിൽ ആരെങ്കിലും പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ വേണം. എന്തായാലും ഇത്രയും നാള് കൂടെ നിന്ന ശ്രീധുവിനെയും സജീനെയും തള്ളി പറഞ്ഞ് രേണു ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഈ ഒരു പണപ്പിരിവ് നടത്തുന്ന ആ ചേച്ചിമാർ ബിഗ് ബോസ് ടീമിലുള്ളവരാണോ എന്നുള്ള സംശയവും ഒരുപാടുണ്ട്. എന്തായാലും നിങ്ങളാണ് ഇത് പറയേണ്ടത്. ഇതിൽ ആരുടെ ഭാഗത്താണ് സത്യം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.